2025-26 സീസണിന് മുന്നോടിയായി രാജസ്ഥാൻ യുണൈറ്റഡിന്റെ ഫോമിലുള്ള സെന്റർ ബാക്ക് മാർട്ടാൻഡ് റെയ്നയെ ടീമിലെത്തിച്ചു ഈസ്റ്റ് ബംഗാൾ. ഐ ലീഗിലെ മികച്ച പ്രകടനത്തിന് ശേഷമാണ് 24-കാരനായ ഡിഫൻഡർ റെഡ് ആൻഡ് ഗോൾഡ് ബ്രിഗേഡിൽ ചേരുന്നത്. ക്ലബിന്റെ പ്രതിരോധ പുനർനിർമ്മാണത്തിൽ അദ്ദേഹത്തിന് നിർണായക പങ്കു വഹിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ISL മറ്റൊരു മോശം സീസണിനെ അതിജീവിച്ച കൊൽക്കത്ത ടീം പ്രധാന സ്ഥാനങ്ങൾ ശക്തിപ്പെടുത്താൻ സജീവമായി ശ്രമിക്കുകയാണ്. ലീഗിൽ 9ാം സ്ഥാനവും കലിംഗ സൂപ്പർ കപ്പിൽ 16ാം റൗണ്ടിൽ പുറത്തായതും കാരണം പിന്നിൽ സ്ഥിരതയില്ലായ്മ പരിഹരിക്കാൻ ഈസ്റ്റ് ബംഗാളിന് പ്രതിരോധത്തിൽ പുതിയൊരു രക്തം ആവശ്യമാണെന്ന് വ്യക്തമായി. KL നൌവിന്റെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മാർട്ടാൻഡ് റെയ്നയുടെ ഒപ്പ് 3 വർഷത്തേക്ക് ഉറപ്പാക്കാൻ ഈസ്റ്റ് ബംഗാൾ ഏകദേശം 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീസ് നൽകി. ആഴ്ചകളോളം മുൻകൂട്ടി ചർച്ചകൾ നടത്തിയിരുന്ന മുംബൈ സിറ്റി FC കരാർ അന്തിമമാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് റെയ്നയെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ വേഗത്തിൽ പ്രവർത്തിച്ചു. അവസരത്തിന്റെ ജാലകം കണ്ടെത്തിയ ടോർച്ച് ബെയേഴ്സ് അതിവേഗം ഇടപെട്ട് ട്രാൻസ്ഫർ ഉറപ്പിച്ചു. കഴിഞ്ഞ സീസണിൽ ഫിറ്റ്നസും സ്ഥിരതയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ബാക്ക്ലൈനിനെ ശക്തിപ്പെടുത്തി. മാർട്ടാൻഡ് റെയ്നയ്ക്ക് ഒരു തകർപ്പൻ സീസൺ ആയിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡിനൊപ്പം. 2024-25 ഐ ലീഗ് സീസണിൽ മാർട്ടാൻഡ് റെയ്ന മികച്ച പ്രകടനം കാഴ്ചവച്ചു. മത്സരത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള പ്രതിരോധക്കാരിൽ ഒരാളായി ഉയർന്നുവന്നു. ബാക്ക്ലൈനിനെ അധികാരത്തോടെ നിലനിർത്തുക മാത്രമല്ല 21 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ നേടുകയും ചെയ്തു. ലീഗിലെ മറ്റേതൊരു സെന്റർ ബാക്കിനേക്കാളും കൂടുതൽ പന്ത് മധ്യനിരയിലേക്ക് കൊണ്ടുപോകാനും സെറ്റ് പീസുകളിൽ ഭീഷണി ഉയർത്താനുമുള്ള കഴിവിന് പേരുകേട്ട മാർട്ടാൻഡ് റെയ്ന 20 മത്സരങ്ങൾ ആരംഭിച്ചു. സമയബന്ധിതമായ ഇടപെടലുകൾ നടത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഏരിയൽ ഡ്യുവലുകളിലെ അദ്ദേഹത്തിന്റെ ഫലപ്രാപ്തിയും പിന്നിലെ കഴിവുള്ള കളിക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. ഈസ്റ്റ് ബംഗാളിന്റെ പ്രതിരോധത്തിൽ റെയ്നയ്ക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കിയാൽ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സ്ഥിരതയില്ലാത്ത സെന്റർ ബാക്ക് ജോഡിയായിരുന്നു. ഹെക്ടർ യുസ്റ്റേക്കും ഹിജാസെ മഹറിനും പരിക്കേറ്റത് ടീമിന്റെ താളം തടസ്സപ്പെടുത്തി. അതേസമയം അൻവർ അലിക്ക് സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞില്ല. റെയ്നയുടെ വരവോടെ സ്ഥിരതയുള്ളതും ആക്രമണാത്മകവുമായ ഒരു സെന്റർ ബാക്ക് ജോഡിയെ രൂപപ്പെടുത്താൻ ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻകൈയെടുക്കുന്ന ശൈലിയും എതിരാളികളുമായി ഇടപഴകാനുള്ള സന്നദ്ധതയും അൻവർ അലിക്ക് കൂടുതൽ സംയമനവും മികച്ചതുമായ പങ്ക് വഹിക്കാൻ സഹായിക്കും. റെയ്നയുടെ സാന്നിധ്യം ആവശ്യമായ സ്ഥിരത കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഈസ്റ്റ് ബംഗാളിന്റെ ദുർബലമായ ബാക്ക്ലൈനിനെ ക്ലീൻ ഷീറ്റുകൾ നിലനിർത്താനും മികച്ച ഫലങ്ങൾ നേടാനും കഴിവുള്ള കൂടുതൽ പ്രതിരോധശേഷിയുള്ള യൂണിറ്റാക്കി മാറ്റും.